അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പപ്പായ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ച പപ്പായയും അരിയും അരച്ചാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കുമ്പോൾ നേരിയ ദോശ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. തടിച്ച ദോശ ഉണ്ടാക്കിയാൽ ദോശ വേവാത്തതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇനി ദോശ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഗ്ലാസ് അരി കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വീണ്ടും കഴുകി എടുത്തതാണ്. ഒരു ചെറിയ പപ്പായ തൊലിയും കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു. ഓയിൽ, ഉപ്പ്. ഒരു മിക്സിയുടെ ജാറിൽ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പപ്പായ നന്നായി അരച്ചെടുക്കണം. പപ്പായ നന്നായി അരിഞ്ഞതിന് ശേഷം മാത്രം അരിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി അരച്ചെടുക്കണം. പപ്പായ നന്നായി അരഞ്ഞില്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ മുകളിൽ പൊന്തിക്കിടക്കും. ഇതാ ഇപ്പോൾ ദോശമാവ് നല്ല സ്മൂത്തായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ മാവ് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി അരയാത്ത പപ്പായ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് മാറ്റി വീണ്ടും ഒന്ന് നന്നായി അരച്ചെടുക്കണം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കുക. നമ്മൾ ഉഴുന്ന് ദോശക്കൊക്കെ അരച്ച് വെക്കാറില്ലേ, അതുപോലെ തന്നെ ഈ മാവും അരച്ച് വെക്കണം. രാവിലെ ആവുമ്പോഴേക്കും ഈ മാവ് പൊങ്ങി വരും. ഇപ്പോൾ രാവിലെയായി, ദോശ ഉണ്ടാക്കാൻ പോവാണ്. അതിന് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് കൊണ്ട് ഈ മാവ് നന്നായി ഇളക്കണം. മാവ് അധികം തിക്കും അധികം ലൂസും ആവാൻ പാടില്ല. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചെറുതായി ചൂടാക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ആദ്യം ഓയിൽ തടവേണ്ട ആവശ്യമില്ല. മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടി മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ദോശയുടെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. ദോശയുടെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ അതിനും തിരിച്ചിട്ട് കൊടുക്കാം. ദോശയുടെ 2 സൈഡും വെന്ത് കഴിഞ്ഞാൽ വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് ദോശ പാനിൽ നിന്ന് മാറ്റാം. ദോശമാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിക്കുക. എന്നിട്ട് ഫ്ലെയിം കൂട്ടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ദോശ ചുട്ടെടുക്കണം. ഇപ്പോൾ ദോശ റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.